ആദ്യം ജയ്ക്കിലേക്ക്. ജയ്ക്ക്, ഈ പുതിയ ഗവർണർ വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നിരന്തരം സർക്കാരിനൊരു ശല്യമാകുന്ന, സർക്കാരിനെതിരെ എപ്പോഴും ഒരു ശത്രുതാ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവർണർ ആയില്ല. കുറെ കൂടി ഗവർണറുടേതായ ഭരണഘടനാ മര്യാദകൾ പാലിക്കുന്ന ഒരാളായിരിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, അതായത് മന്ത്രി പി പ്രസാദ് പരിസ്ഥിതി ദിന പരിപാടിയിൽ നിന്ന് പിന്മാറിയ വിഷയത്തിൽ ഒരു തുറന്ന പോരിലേക്ക് പോവുകയാണോ ഗവർണർ? വർത്തമാനകാല ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ നമുക്കേവർക്കും അറിയാം, എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ പദവിയിലേക്ക് എത്തുന്ന ആളുകൾ അത്രയും സംഘപരിവാർ രാഷ്ട്രീയത്തോടൊരു അടിമസമാനമായ വിധേയത്വം കാത്തുസൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഏറിയ പങ്ക് സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് അനഭിമിതമായ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന ഇതര സംസ്ഥാനങ്ങളിൽ കൂട്ടക്കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു ഏജന്റായി, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനോട് അസാധാരണമായ കൂറും വിധേയത്വവും അടിമത്ത മനോഭാവവും പുലർത്തുന്നവരായി ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ ഏറ്റവും അശ്ലീലമായ ചരിത്രം പേറുന്ന 3 ഗവർണർമാരുണ്ടായ സ്ഥലം ഒന്ന് തമിഴ്നാടും, മറ്റൊന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലയളവിൽ കേരളവും, മറ്റൊന്ന് രവിയുടെ കാലയളവിലെ തമിഴ്നാടുമായിരുന്നു. ഈ ആകെ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ പ്രശ്നങ്ങൾ അത്രയും സുപ്രീം കോടതിയുടെയും രാജ്യമെമ്പാടുമുള്ള വിവിധ കോടതികളുടെയും മുമ്പിൽ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ സമീപനങ്ങളിലേക്ക് മാറിയപ്പോഴാണ് അല്പനാളുകൾക്ക് പുറകിൽ സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപ്രധാനമായ വിധി പ്രസ്താവത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. ഒരു വേള കേരള ഗവർണറോട് മറ്റു സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ അധികാര ദുർവിനിയോഗത്തിനെതിരായി തങ്ങൾ പുറപ്പെടുവിച്ച വിധിയെടുത്ത് വായിക്കുവാൻ പോലും സുപ്രീം കോടതി ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലയളവിൽ കേരളത്തിലെ ഗവർണറോട് ആജ്ഞാപിക്കുന്ന സ്ഥിതി നമ്മുടെ എല്ലാവരുടെയും സ്മരണയിലുണ്ട്. ഇത്രയും സംഘർഷപൂരിതമായ ഒരു അവസ്ഥയുടെ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുകയും ഇവിടെ ഇപ്പോഴത്തെ പുതിയ ഗവർണർ കേരളത്തിൽ ചുമതലയേൽക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ മുൻ ഗവർണറുടെ അങ്ങേയറ്റം അശ്ലീലജനകമായ സംഭവവികാസങ്ങൾ, സമീപനങ്ങൾ ഇതൊക്കെ കണ്ടുമടുത്ത കേരളീയർക്ക് മുമ്പിൽ താരതമ്യേന അത്തരം സമീപനങ്ങളിൽ നിന്ന് ഒരല്പം വിടുതൽ നൽകുന്നുവോ എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് പുതിയ ഗവർണർ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. യൂണിയൻ ഗവൺമെന്റ് ശത്രുതാപൂർണമായ സമീപനത്തോടു കൂടെ കേരളത്തോട് സ്വീകരിക്കുന്ന പല സമീപനങ്ങൾക്കും ഇടയിൽ അദ്ദേഹം അതിനെയൊന്ന് മയപ്പെടുത്താൻ, അല്ലെങ്കിൽ കേരളത്തിന് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ഒരു കേരളീയർ എന്ന പോലെ താൻ ഉണ്ടാകും എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഒരു പ്രതീതിയായിരുന്നു ഇപ്പോഴത്തെ കേരള ഗവർണർ വന്നത്രയും സമയത്ത് നമ്മുടെ നാട്ടിലെമ്പാടും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാന്റെ സമീപനമേ ആയിരുന്നില്ല മറ്റു മഹാഭൂരിപക്ഷം കാര്യങ്ങളിലും സംസ്ഥാനത്തോടും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളോടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി, പ്രത്യേകിച്ച് കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംജാതമായ സംഘർഷപൂരിതമായ അവസ്ഥയ്ക്ക് ശേഷമുണ്ടായ 2 സുപ്രധാനമായ ഘട്ടങ്ങളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിമ മനോഭാവത്തെ തോൽപ്പിക്കുന്ന സമീപനത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴത്തെ കേരള ഗവർണറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ആ പ്രതികരണങ്ങളെ കേരളത്തിന്റെ ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരി സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായി തന്നെ അത്തരം നടപടികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പൊതുബോധം മുമ്പോട്ടേക്ക് പോകും. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. പൊതുബോധം അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് പ്രസക്തമല്ലേ? ഇപ്പോൾ സന്തോഷ് കുമാർ MP രാഷ്ട്രപതി കത്തയച്ചിരിക്കുന്നു, ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട്. മുൻപും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ പ്രതിപക്ഷം അത്തരമൊരു പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ സന്തോഷ് കുമാറിനെ സർക്കാർ പിന്തുണയ്ക്കുമോ? സർക്കാർ ആവശ്യപ്പെടുമോ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ? ഭരണഘടനാ സിദ്ധമായി ഏതൊക്കെ നിലയിൽ ഇത്തരം കാര്യങ്ങൾ ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതുണ്ടോ അത്തരം സാധ്യതകളെയൊക്കെ കേരളത്തിലെ ഗവൺമെന്റ് പരിശോധിക്കും, അത്തരം നടപടികൾ സ്വീകരിക്കും. ഒരു സംശയവും വേണ്ടതില്ല. നമ്മളുടെ മുമ്പിൽ അതിന് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ്, അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷം, അത് മുൻ ഗവർണറുടെയും ഒക്കെ കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായ നിലപാട്, കീഴടങ്ങാതെ സ്വീകരിച്ചിട്ടുള്ള സമരമുറകൾ, നിലപാടുകൾ ഒക്കെ കേരളീയ പൊതുബോധത്തിന് മുമ്പിൽ നല്ല ശിരസുയർത്തി പിടിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല.